നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന, നന്നായിട്ട് പാട്ട് പാടുന്ന, നൃത്തം ചെയ്യുന്ന, സ്വന്തമായിട്ടൊരു ജോലി സമ്പാദിച്ച് നല്ലൊരു വീടൊക്കെ വെച്ച ഒരാളാണോ? നിങ്ങളെ ഈ നന്മകളൊന്നും കാണാൻ കഴിവില്ലാതെ പകരം എല്ലാ കാര്യങ്ങൾക്കും എല്ലായിടത്തും നിങ്ങളെ കുറ്റം മാത്രം പറയുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെ ചുറ്റുപാടും ഇല്ലേ? അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ബന്ധുക്കളാവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആവാം. എന്താണ് ഇവരുടെ പ്രശ്നമെന്നല്ലേ? നിങ്ങളോടുള്ള അസൂയയാണ് ഇവർ കാണിക്കുന്നത്. ഇതുപോലുള്ള അസൂയലുകളെ എങ്ങനെ തിരിച്ചറിയാം? അതിനുവേണ്ടി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. നിങ്ങളുടെ ഒരു നന്മകളോ ഉയർച്ചകളും കാണാൻ ഒരിക്കലും അത് സഹിക്കാൻ വയ്യാത്ത ആൾക്കാരാണ് ഇവർ. പലപ്പോഴും അവര് മനഃപൂർവ്വം മനസ്സിൽ വിചാരിച്ചിട്ടല്ല, അവരുടെ ഉള്ളിൻ്റെ ഉള്ള ഒരു നെഗറ്റീവ് ക്വാളിറ്റിയാണ് അവരറിയാതെ ഈ പുറത്തു വരുന്നത്. അവരുടെ ജീവിതം ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ എപ്പോഴും നിങ്ങളെ പല കാര്യങ്ങളിലും ഇങ്ങനെ കുറ്റപ്പെടുത്താൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് അവരുടെ നെഗറ്റീവ് മെൻറ്റാലിറ്റി ഒരിക്കലും മാറ്റാൻ പറ്റില്ല. പകരം നിങ്ങൾ അവരെ തിരുത്താനോ പകരം പറയാനോ ഒന്നും പോകാതെ അവരെ പതുക്കെ പതുക്കെ സ്ലോ ആയിട്ട് അവരുമായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരിക്കലും അവർ പറയുന്നത് കേട്ട് വിഷമിക്കാനോ അതിൽ തളർന്നിരിക്കാനോ പോവേണ്ട യാതൊരു ആവശ്യവുമില്ല. ഒരു കാര്യം എപ്പോഴും മനസ്സിൽ ചിന്തിക്കുക, എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ അസൂയലുക്കൾ അല്ലെങ്കിൽ അതുപോലെ പറയുന്ന ആൾക്കാരെക്കാൾ ഒരു പടി കൂടി മുകളിലാണ് നിങ്ങളുടെ സ്ഥാനം. അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കാട്ടെ എന്തുകൊണ്ടും ബെറ്റർ ആണ് നിങ്ങളുടെ ലൈഫ്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ഇങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ ആൾക്കാരോട് ഇങ്ങനെ ഇടപെടുമ്പോൾ നമുക്ക് എന്തായാലും അവരെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ പകരം യാതൊരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നോർമലായിട്ട് സംസാരിക്കുക. നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഒരുപാട് ടെൻഷനുണ്ട്, വിഷമങ്ങളുണ്ടെന്ന് തന്നെ അവരോട് പറഞ്ഞോളുക. അവർക്കൊന്ന് സന്തോഷമായിക്കോട്ടെ. അല്ലാതെ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് വിചാരിക്കുക. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വീഡിയോ കാണുക.